ക്യാമ്പുകളിൽ താൽക്കാലികമായി പുനരധിവാസം സാധ്യമാകുന്നുണ്ട്. നാഷണൽ ലീഗൊക്കെ ഏർപ്പെടുത്തിയ ഫ്ലാറ്റുകളിലേക്ക് അതിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി KR അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഈ പുനരധിവാസം ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾക്ക് മുമ്പിൽ. കേന്ദ്രത്തിൻ്റെ സഹായം അനിവാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം ഇതുവരെ ഒരു കുറവുമില്ലാതെയാണ് സംസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി ഉള്ള മാറ്റങ്ങൾ, അതായത് ഈ ഇപ്പോഴത്തെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് നിരവധി പേരെ, അല്ലേ? അതെ ജിംഷാദ്, ഈ പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഈ മഹാദുരന്തത്തിന് ശേഷം എത്തിപ്പെടേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾ ആണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്, കുട്ടികളുടെ പഠനം പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതുണ്ട്. ആ കുട്ടികളെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനായി തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക പുനരധിവാസം എന്നത് വളരെ വേഗത്തിൽ കൃത്യത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പൂർത്തിയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി K. രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ, ഈ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ താൽക്കാലിക പുനരധിവാസം വേണ്ട മുഴുവൻ ആളുകളെയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ മറ്റിടങ്ങളിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ അതിന് ചില സാങ്കേതിക ഘടകങ്ങളും കൂടിയുണ്ട്. ഇവരെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലം സംബന്ധിച്ചുള്ള ചില സാങ്കേതിക പരിശോധനകൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവരെ പൂർണ്ണ സുരക്ഷിതത്തോടു കൂടി അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ അവരെ ഈ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനാവുക. ഏതായാലും ഇതൊരു താൽക്കാലികമായ നടപടി മാത്രമാണ്. പിന്നീട് സ്ഥിരം പുനരധിവാസം എന്ന് പറയുന്ന വലിയ ദൗത്യം തന്നെ സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ സംഘം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ആ മേഖലയിൽ തന്നെ ഇനി അവിടെയുള്ള ആളുകൾക്ക് തുടർ ജീവിതം സാധ്യമാണോ, അല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച് അവർക്ക് സുരക്ഷയുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയത്. അന്ന് ദുരന്തബാധിത മേഖലകൾ ആ സംഘം സന്ദർശിക്കുകയാണ്. ഏതായാലും അതിനുശേഷം ഈ മാസം 22-ന് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഈ സ്ഥിരം പുനരധിവാസം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ കടക്കുക. ഏതായാലും അത് ഞാൻ സൂചിപ്പിച്ചത് ആ വിധത്തിൽ സ്ഥിരം പുനരധിവാസം എന്ന രീതിയിൽ കൂടി ഇതിന് സമാന്തരമായിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഷണൽ ലീഗ് വാടകയ്ക്കെടുത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ താൽക്കാലിക പുനരധിവാസ പദ്ധതിയിൽ ഒപ്പം നിന്ന് അവർ പ്രവർത്തിക്കുകയാണ്. നാഷണൽ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലയിടങ്ങളിൽ ഈ വിധത്തിലുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളെടുത്ത് അവർ ഈ വിധത്തിൽ ഈ ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ഘാടനം ഉൾപ്പെടെ ഈ മേഖലയിൽ ഇവിടെ ഇപ്പോൾ നടക്കും. ഇത് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് നാഷണൽ ലീഗ് വാടകയ്ക്കെടുത്ത് ഈ ദുരന്തബാധിതരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് വിട്ടു നൽകുന്നത്. ഏതായാലും ഒരു വർഷത്തോളം ഈ സംവിധാനം ഉണ്ടാകും. ഇതിനിടയ്ക്ക് സ്ഥിരം ഇപ്പോൾ അനൂപ് നിൽക്കുന്ന ഫ്ലാറ്റിലേക്ക് എത്ര പേരെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും താൽക്കാലികമായി മാറ്റുന്നത്? എത്ര പേരെയാണ്? ആദ്യഘട്ടത്തിൽ മേപ്പാടി സ്കൂളിൽ നിന്നുള്ള 8 കുടുംബങ്ങളെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. ഇപ്പോൾ നാഷണൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മൾക്കൊപ്പമുണ്ട്. ഇപ്പോൾ നാഷണൽ ലീഗ് ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ മേപ്പാടിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എത്തുന്നവരാണ് ഇപ്പോൾ ഈ 8 കുടുംബങ്ങൾ. അങ്ങനെയെങ്കിൽ താൽക്കാലിക പുനരധിവാസം ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപ്പായി തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലാണ് നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഈ ഫ്ലാറ്റിൽ 8 കുടുംബങ്ങളാണ് താമസിക്കാൻ പോകുന്നത്. ഇന്ന് 11 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ഉദ്ഘാടനം ചെയ്യും. പാലവയൽ, അതേപോലെ തന്നെ ചുങ്കത്ര, പാലവയൽ 6 കുടുംബങ്ങളെയും ചുങ്കത്ര 20 കുടുംബങ്ങളെയുമാണ് താമസിപ്പിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഫ്ലാറ്റുകളുടെ വിവരങ്ങൾ, ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ, എല്ലാ സംഗതികളും ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട്
ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ട് ഈ നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റ് ഉടമകളുമായിട്ടുണ്ടാക്കിയ കരാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ കോപ്പികളും എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ടാണ് നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജിംഷാദ്, ഈ വിധത്തിലാണ് നാഷണൽ ലീഗ് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളോട് കൂട്ടിയോജിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ വയനാട്ടിൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഈ ദുരന്തബാധിതർ ഇത്തരത്തിലുള്ള താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക്, താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറുകയാണ്. ഏതായാലും വലിയ സങ്കടത്തിൻ്റെയും വേദനയുടെയും എല്ലാം ഒരു ഘട്ടം പിന്നിട്ട് അവരുടെ താൽക്കാലിക പുനരധിവാസം എന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് നാം അതിവേഗം പ്രവേശിക്കുകയാണ്. ഇനി സ്ഥിരം പുനരധിവാസം എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതിലേക്കും ഇതിനകം പ്രവേശിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതായാലും സ്ഥിരം പുനരധിവാസ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നേരത്തെ നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ നിയോഗിച്ച ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധനകൾ നടത്തുകയാണ്. ഈ 22-ന് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും തീർച്ചയായും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി, അതായത് വിദഗ്ധ സമിതിയുടെ സന്ദർശനം അവിടെ നടക്കുകയാണ്.